സഹജീവി സാന്ത്വന പ്രവർത്തനങ്ങളുമായി കൂട്ടുമഠം ക്ഷേത്ര ഭരണസമിതി. കൂട്ടുമഠം പെരക്കാട് ദേവസ്വം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായനിധി രൂപീകരിച്ചു. മാനവസേവയാണ് മാധവസേവ എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ക്ഷേത്ര ഭരണസമിതിയുടെ പ്രവർത്തനം. രായമംഗലം കൂട്ടുമഠം പെരക്കാട് ദേവസ്വം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിർധനരായ രോഗികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചികിത്സാ സഹായനിധി രൂപീകരിച്ചത്. ആദ്യഘട്ടത്തിൽ രായമംഗലം പഞ്ചായത്ത് പരിധിയിലുള്ളവർക്കാണ് സഹായം നൽകുന്നത്. ലഭിക്കുന്ന അപേക്ഷകൾ കൃത്യമായ പരിശോധനകൾ നടത്തി അർഹരായവരെ തെരഞ്ഞെടുക്കും. ട്രസ്റ്റിന് കീഴിൽ വരുന്ന കൂട്ടുമഠം, പെരക്കാട്, കാരൂർ, മൂവർകുളങ്ങര ക്ഷേത്രങ്ങളിൽ പ്രത്യേക ഹുണ്ടിക സ്ഥാപിച്ച് ഇതിൽ നിന്ന് ലഭിക്കുന്ന പണവും സുമനസ്സുകൾ നൽകുന്ന സംഭാവനകളും ചേർത്താണ് ചികിത്സാ സഹായനിധി സമാഹരിക്കുന്നത്. ഇതിനു മുന്നോടിയായി കൂട്ടുമഠം ക്ഷേത്രം മേൽശാന്തി ജയൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ട്രസ്റ്റ് സെക്രട്ടറി PS വേണുഗോപാൽ 1 ലക്ഷം രൂപ സഹായനിധിയിലേക്ക് സംഭാവന നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് ബിജു T നായർ ഏറ്റുവാങ്ങി. ട്രഷറർ രതീഷ് R നായർ, ശ്രീജിത്ത് P നായർ, KS അശോക് കുമാർ, ട്രസ്റ്റ് ഭരണസമിതി അംഗങ്ങൾ, ക്ഷേത്രം ജീവനക്കാർ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചികിത്സാ സഹായനിധി സമാഹരണത്തിൽ ഏവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. ചികിത്സാ സഹായനിധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, രായമംഗലം പഞ്ചായത്തില് കഷ്ടത അനുഭവിക്കുന്ന ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഒരു സഹായം, അതായത് കൂട്ടുമഠം പെരക്കാട് ദേവസ്വം ട്രസ്റ്റിന്റെ അംഗങ്ങളും ട്രസ്റ്റ് അംഗങ്ങളും നാട്ടുകാരും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി അവർക്കൊരു കൈത്താങ്ങ് എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആളുകളെ കണ്ടെത്തുന്ന അപേക്ഷ നമ്മൾ ചികിത്സാ സഹായത്തിന് വേണ്ടി ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടുള്ള ഒരു അപേക്ഷ നമുക്ക് കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ അത് കമ്മിറ്റി അത് സ്ക്രൂട്ടനൈസ് ചെയ്ത് കമ്മിറ്റി അത് പരിശോധിച്ച് അതിന് ഉചിതമായ ഒരു നിശ്ചിത തുക ഓരോരുത്തർക്കും എത്തിക്കുക എന്നുള്ളതാണ് കമ്മിറ്റി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ.